കംബോഡിയയും ഏറ്റുമുട്ടൽ തുടരുന്നു. ഇന്നലെ 8 പേർ കൊല്ലപ്പെടുകയും നിരവധി പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു. ഇരു രാജ്യങ്ങളും വെടിനിർത്തൽ പ്രഖ്യാപിക്കണമെന്നും സംയമനം പാലിക്കണമെന്നും UN സെക്രട്ടറി ജനറൽ ആന്റോണിയോ ഗുട്ടറസ് ആവശ്യപ്പെട്ടു. തായ്ലൻഡും കംബോഡിയയിലും ഏറ്റുമുട്ടൽ തുടരുകയാണ്. ഇന്നലെ 8 പേരാണ് കൊല്ലപ്പെട്ടത്. നിരവധി പേർക്ക് പരിക്കേൽക്കുന്ന ഒരു സാഹചര്യവും ഇന്നലെ ഉണ്ടായിരുന്നു. ഇരു രാജ്യങ്ങളും വെടിനിർത്തൽ പ്രഖ്യാപിക്കണമെന്നാണ് നിലവിൽ ആന്റോണിയോ ഗുട്ടറസ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. കൂടുതൽ വിവരങ്ങളുമായി സംഘർഷം തുടരുന്ന സാഹചര്യത്തിൽ നിരവധി പേർ കൊല്ലപ്പെടുകയും പരിക്കേൽക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യവും ഒക്കെയുണ്ട്. അഭിലാഷ് രാധാകൃഷ്ണൻ ചേരുന്നുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. അഭിലാഷ്, എന്താണിപ്പോൾ നിലവിലെ സാഹചര്യം? എന്താണ്? ഇപ്പോഴും സംഘർഷം തുടരുകയാണോ? ഇത് സംഘർഷം അവസാനിപ്പിക്കാനുള്ള എന്തെങ്കിലും ചർച്ചകളൊക്കെ നടക്കുന്നുണ്ടോ? അനുശ്രീ, ഇപ്പോഴും തായ്ലാൻഡും കംബോഡിയയും തമ്മിൽ അതിർത്തിയിൽ 800 കിലോമീറ്റർ വിസ്തൃതമായിട്ടുള്ള അതിർത്തിയാണ് ഈ തായ്ലാൻഡിനും കംബോഡിയയ്ക്കുമുള്ളത്. അപ്പോൾ ഇവിടെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ആക്രമണങ്ങൾ നടക്കുന്ന ഒരു സാഹചര്യമുണ്ട്. റോക്കറ്റ് ലോഞ്ചറുകളും തോക്കുകളും അതുപോലെ തന്നെ വായുസേന, ഇവരുടെ ഇരു രാജ്യങ്ങളുടെയും വായുസേനകളും പരസ്പരം ആക്രമിക്കുന്ന ഒരു സാഹചര്യമാണ് നിലവിലുള്ളത്. തായ്ലാൻഡിൽ 40,000-ത്തിലധികം ആളുകളെ അവിടുന്ന് സ്ഥലം മാറ്റി കഴിഞ്ഞു. അതുപോലെ കംബോഡിയയിൽ 55,000-ത്തോളം ആളുകളെയാണ് ഇപ്പോൾ മാറ്റി പാർപ്പിച്ചിരിക്കുന്നത്. നിലവിൽ തായ്ലാൻഡിൽ 4 സൈനികർ കൊല്ലപ്പെട്ടുവെന്നും 60ഓളം പേർക്ക് പരിക്കേറ്റിട്ടുണ്ടെന്നുള്ള വിവരങ്ങൾ പുറത്തു വരുന്നു. തിരിച്ച് കംബോഡിയയിൽ 9 സാധാരണക്കാരും നിരവധി സൈനികർക്കും പരിക്കേറ്റതായിട്ടുള്ള വിവരങ്ങൾ പുറത്തു വരുന്നുണ്ട്. അങ്ങനെ രണ്ട് രാജ്യങ്ങളും തമ്മിൽ പരസ്പരം ആക്രമണത്തിലേക്ക്, ഒരു സംഘർഷത്തിലേക്ക് കടന്നിരിക്കുന്നു എന്നുള്ളതാണ്. സൗത്ത് ഈസ്റ്റ് ഏഷ്യൻ നേഷൻസ് ആണ്. അപ്പോൾ നമ്മുടെ ഇന്ത്യയെ സംബന്ധിച്ചൊക്കെ വളരെ ഏറ്റവും അടുത്ത് കിടക്കുന്ന ഒരു രാജ്യങ്ങൾ കൂടിയാണ്. മാത്രമല്ല വളരെ അടുത്ത നയതന്ത്ര ബന്ധമുള്ള രാജ്യങ്ങളാണ്. തായ്ലാൻഡിലേക്ക് ഒരുപാട് ഇന്ത്യക്കാർ ദിനം പ്രതി പോകുന്ന ഒരു സ്ഥലം കൂടിയാണ്. വളരെ സുന്ദരമായിട്ടുള്ള ഒരു ടൂറിസം കേന്ദ്രം കൂടിയാണ് തായ്ലാൻഡ് എന്ന് പറയുന്നത്. അങ്ങനെ ഈ തായ്ലാൻഡിലേക്ക് യുദ്ധം വ്യാപിക്കുമ്പോൾ രണ്ട് രാജ്യങ്ങൾ, തൊട്ടടുത്ത് കിടക്കുന്ന രണ്ട് രാജ്യങ്ങൾ പരസ്പരം ആക്രമിക്കാൻ തുനിയുമ്പോൾ, മാത്രമല്ല കുഞ്ഞു രാജ്യങ്ങൾ കൂടിയാണ് ഇത്തരത്തിൽ ഈ പ്രദേശത്തേക്ക് കൂടി യുദ്ധം വ്യാപിക്കുന്ന ഒരു സാഹചര്യം എന്ന് പറയുന്നത് ആശങ്കപ്പെടുത്തുന്നതാണ്. ഇന്ത്യയും ചൈനയും യുണൈറ്റഡ് നേഷൻസും അമേരിക്കയും എല്ലാം, മലേഷ്യ തുടങ്ങിയ രാജ്യങ്ങളെല്ലാം ഇരുവരും സംയമനം പാലിക്കണമെന്നും ആക്രമണത്തിലേക്ക് കടക്കുന്ന ഒരു സാഹചര്യം ഒഴിവാക്കണമെന്നൊക്കെ ആവശ്യപ്പെടുന്നുണ്ടെങ്കിലും ഇരു രാജ്യങ്ങളും തമ്മിൽ ഇപ്പോൾ നിലവിൽ ഒരു സമവായത്തിലേക്ക് പോകാനുള്ള ഒരു സാധ്യതയില്ല. കാരണം രണ്ട് രാജ്യങ്ങളും പറയുന്നത് ഏതെങ്കിലും ഒരു തരത്തിൽ നയതന്ത്ര ബന്ധത്തിലേക്ക്, നയതന്ത്രപരമായി ഇത് അവസാനിപ്പിക്കാനുള്ള ഒരു സാഹചര്യം ഇപ്പോൾ നിലവിലില്ല. രണ്ടുപേരും പരസ്പരം വിട്ടുകൊടുക്കാൻ സാധ്യതയില്ലാത്ത അല്ലെങ്കിൽ താല്പര്യമില്ലാത്ത തരത്തിലാണ് ഇപ്പോൾ പ്രസ്താവനകൾ വന്നുകൊണ്ടിരിക്കുന്നത്. മാത്രമല്ല അതിൻ്റെ അനുരണനങ്ങൾ ഈ ഒരു അതിർത്തി മേഖലകളിൽ കാണുന്നുമുണ്ട്. അത്രയധികം ശക്തമായ രീതിയിലുള്ള ആക്രമണങ്ങൾ നടക്കുന്നുണ്ട്. ഇവരുടെ രണ്ടുപേരുടെയും സൈനികപരമായോ അത്ര വലിയ ശക്തികളൊന്നും അല്ലെങ്കിൽ പോലും ഇവർ പരസ്പരം ഏറ്റുമുട്ടുമ്പോൾ തുല്യ ശക്തികളാണെന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ. അത്തരത്തിലൊരു ആക്രമണങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇത് കഴിഞ്ഞ 100 വർഷമായി നടക്കുന്ന ചില പ്രശ്നങ്ങളാണ് സത്യത്തിൽ. അതായത് ഇവരുടെ ഈ ഫ്രഞ്ച് കുടിയേറ്റവുമായി ബന്ധപ്പെട്ട് കംബോഡിയയിൽ ഉണ്ടായ ചില കാര്യങ്ങളും അതുമായി ബന്ധപ്പെട്ട് ഇവരുടെ അതിർത്തിയിൽ ഉണ്ടാകുന്ന ചില പ്രശ്നങ്ങളുമാണ് ഈ കഴിഞ്ഞ ഒരു നൂറ്റാണ്ടായി ഇപ്പോൾ നിലനിന്ന് പോകുന്നത്. ഇതുമായി ബന്ധപ്പെട്ടുള്ള സംഘർഷങ്ങളും തർക്കങ്ങളും കാലങ്ങളായി ഉണ്ടെങ്കിലും കഴിഞ്ഞ മാസങ്ങളിൽ, കഴിഞ്ഞ ജൂലൈയിൽ ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായപ്പോൾ മലേഷ്യൻ പ്രധാനമന്ത്രി തന്നെ നേരിട്ടിവിടെ എത്തി ഒരു സമവായത്തിലേക്ക് കാര്യങ്ങൾ കൊണ്ടുപോവുകയും ഇനി ഒരു തരത്തിൽ ഒരു സംഘർഷം ഇരു രാജ്യങ്ങളും തമ്മിൽ ഉണ്ടാകില്ല എന്നുള്ളൊരു തീരുമാനത്തിലേക്ക് എത്തുകയും പിന്നീട് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് തന്നെ മലേഷ്യയിലെത്തി ഇരു രാജ്യങ്ങളും തമ്മിൽ സീസ്ഫയർ അഗ്രിമെൻ്റ് ഒക്കെ ഒപ്പുവെക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. എന്നാൽ ഇതുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ഒക്ടോബർ മാസം 2 സൈനികർ, ഈ തായ്ലാൻഡ് സൈനികർ മൈൻ പൊട്ടിത്തെറിച്ച് കൊല്ലപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായി. അങ്ങനെ അതിന് പിന്നിൽ കംബോഡിയ ആണെന്നുള്ള ആരോപണം. അതായത് അതിർത്തിയിലാണ്. അപ്പോൾ കംബോഡിയൻ സൈന്യം അതിർത്തി കടന്ന് ഇപ്പുറത്ത് തായ്ലാൻഡ് അതിർത്തിയിലെത്തി അവിടെ മൈൻ വെച്ചു. ആ മൈൻ പൊട്ടിത്തെറിച്ച് 2 തായ്ലാൻഡ് സൈനികർ കൊല്ലപ്പെട്ടു എന്നുള്ള വാർത്തകൾ പുറത്തു വന്നിരുന്നു. അല്ലെങ്കിൽ തായ്ലാൻഡ് ആരോപിച്ചിരുന്നു. അതിന് പിന്നാലെ ചെറിയ രീതിയിലുള്ള സംഘർഷങ്ങൾ വീണ്ടും ഉണ്ടായി. പിന്നാലെ ഈ കഴിഞ്ഞ ഞായറാഴ്ചയാണ്, 3 ദിവസങ്ങൾക്ക് മുമ്പ് ഞായറാഴ്ചയാണ് ഇത്തരത്തിൽ വീണ്ടും ഒരു ആക്രമണം കംബോഡിയയുടെ ഭാഗത്തുനിന്നുണ്ടായി എന്നുള്ളതാണ് തായ്ലാൻഡിൻ്റെ ആരോപണം. തിരിച്ച് കംബോഡിയ പറയുന്നത് തായ്ലാൻഡാണ് തങ്ങളെ ആക്രമിച്ചത് എന്നുള്ളതാണ്. എന്തായാലും രണ്ടുപേരും പരസ്പരം ആരോപണങ്ങൾ ഉന്നയിച്ചുകൊണ്ട് ഒരു ആക്രമണത്തിലേക്ക് കടന്നു. ആ ആക്രമണം ഒരു വലിയ രീതിയിലുള്ള സംഘർഷത്തിലേക്ക് കടക്കുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ ഉള്ളത്. നമ്മുടെ ഇന്ത്യയെ സംബന്ധിച്ച്, ഇന്ത്യ അടക്കം ഉള്ള രാജ്യങ്ങൾ, ഇന്ത്യയും ചൈനയും
ചൈനയും, ഏഷ്യയിലെ ഏറ്റവും വലിയ രാജ്യങ്ങളായിട്ടുള്ള ഇന്ത്യയും ചൈനയും ഇരു രാജ്യങ്ങളോടും കൃത്യമായ രീതിയിൽ ഒരു സംയമനം പാലിക്കണമെന്നും ആക്രമണങ്ങൾ നടത്തരുതെന്നും ആവശ്യപ്പെട്ടിട്ടുണ്ട്. എന്നിരുന്നാൽ പോലും ഇപ്പോൾ ഒരു നയതന്ത്ര ബന്ധത്തിലൂടെ ഈ ഒരു സംഘർഷം അവസാനിപ്പിക്കാനുള്ള ഒരു സാഹചര്യം ഇല്ല എന്ന് തന്നെയാണ് കൃത്യമായി തായ്ലാന്റും കംബോഡിയയും പറഞ്ഞിരിക്കുന്നത്. ഏറെ ആശങ്കപ്പെടുത്തുന്ന ഒരു സാഹചര്യമാണ്. മാത്രമല്ല ഡൊണാൾഡ് ട്രംപിനെ സംബന്ധിച്ചും വലിയ ആശങ്കപ്പെടുത്തുന്ന കാര്യമാണ്. കാരണം ഡൊണാൾഡ് ട്രംപ് ഒരു നൊബേൽ സമ്മാനം ആഗ്രഹിച്ച് മുന്നോട്ട് പോവുകയാണ്. ഈ തായ്ലാന്റിന്റെയും കംബോഡിയയുടെയും സംഘർഷം അവസാനിപ്പിച്ചു എന്ന് നേരത്തെ തന്നെ ഡൊണാൾഡ് ട്രംപ് അവകാശപ്പെട്ടിരുന്നതാണ്. കംബോഡിയ ഡൊണാൾഡ് ട്രംപിനെ നൊബേൽ സമ്മാനം നൽകണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് നോമിനേഷൻ വരെ നടത്തിയതാണ്. തങ്ങളും തായ്ലാന്റുമായിട്ടുള്ള ഒരു സംഘർഷം അവസാനിപ്പിച്ചു എന്ന് കംബോഡിയ നേരത്തെ തന്നെ പറഞ്ഞതാണ്. പക്ഷേ ഇപ്പോൾ വീണ്ടും ഇരു രാജ്യങ്ങളും തമ്മിൽ ഒരു പ്രശ്നമുണ്ടാകുമ്പോൾ ഡൊണാൾഡ് ട്രംപിനടക്കം തലവേദനയായി മാറിയിരിക്കുന്നു. നമ്മുടെ ഏഷ്യൻ രാജ്യങ്ങളെ സംബന്ധിച്ചും വലിയ ആശങ്കയുണ്ട്. കാരണം ഇപ്പോൾ വളരെ സമാധാനം, ഇന്ത്യയും പാകിസ്ഥാനുമായിട്ടുള്ള സംഘർഷം അവസാനിച്ച് നിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ പാകിസ്ഥാനും അഫ്ഗാനിസ്ഥാനും തമ്മിലുള്ള സീസ് ഫയർ ഒരു ധാരണയിലെത്തിയ സാഹചര്യത്തിലാണ് ഇപ്പോൾ കംബോഡിയയും തായ്ലാന്റും കൂടി ഒരു യുദ്ധത്തിലേക്ക് അല്ലെങ്കിൽ ഒരു സംഘർഷത്തിലേക്ക് ഇറങ്ങി പുറപ്പെടുന്നത്. അത് നമ്മുടെ ലോകത്തെ സംബന്ധിച്ച് തന്നെ ആശങ്കപ്പെടുത്തുന്ന ഒരു സാഹചര്യമാണ്. ഇവർ എത്രയും വേഗം ഒരു സീസ് ഫയറിലേക്ക് അല്ലെങ്കിൽ പരസ്പരം ആക്രമണം അവസാനിപ്പിച്ച് ആയുധം താഴെ വയ്ക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് പോകണമെന്നുള്ളത് തന്നെയാണ് ലോകരാജ്യങ്ങൾ ആവശ്യപ്പെടുന്നത്. അനുശ്രീ. ശരി, അഭിലാഷ് രാധാകൃഷ്ണനാണ് വിവരങ്ങൾ നൽകിയത്.